ബി.ജെ.പിയുടെ വർഗീയ രാഷ്ട്രീയത്തിൽ മനസ്സുമെടുത്ത് കോൺഗ്രസിലെത്തിയ വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്നാണ് പറയുന്നത്. പുള്ളി കോൺഗ്രസിലെത്തിയത് മനസ്സുമെടുത്തിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കണ്ടിട്ടാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പുള്ളി ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നപ്പോൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ കുഴുത്തുരുമ്പ് ആ പുള്ളിയെ വിട്ട് ഇതുവരെയ്ക്കും പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിദഗ്ധമായാണ് സന്ദീപ് വാര്യർ ആ പെൺകുട്ടിയെ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ എന്ന മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷന്റെ ഉന്നത നേതാവ് സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, താങ്കൾ ആ പെൺകുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുത്തതല്ലേ? വധൂവരന്മാർക്കൊപ്പം താങ്കൾ നിൽക്കുന്ന ഫോട്ടോ താങ്കളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ന്. ഇയാൾ വിദഗ്ധമായി മറുപടി പറയുന്നു, ആ ചോദ്യം എന്നെ വിഷമിപ്പിക്കുന്നു, എങ്കിൽ പോലും സത്യം പറയാതെ വയ്യ, ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തതാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. രാഹുൽ ഈശ്വറിന്റെ ചോദ്യവും സന്ദീപ് വാര്യർ എന്ന പുത്തൻകൂറ്റുകാരന്റെ ഈ പോസ്റ്റും കണ്ടതോടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും വേട്ടപ്പട്ടികൾ മുഴുവൻ സന്ദീപിന്റെ ഫേസ്ബുക്ക് ഫോട്ടോസിൽ നിന്നും ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്താക്കുന്നു. അന്ന് നടന്ന വിവാഹത്തിന് ഇന്ന് ആശംസകൾ നൽകുന്നു. വെറും 2 മണിക്കൂർ സമയമാണ് സന്ദീപ് വാര്യർ ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പലരും ആവശ്യപ്പെട്ടത് കൊണ്ട് താൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് പോസ്റ്റ് ഇടുന്നു. അതോടുകൂടി ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത അവളുടെ ഫോട്ടോയ്ക്ക് ആധികാരികതയും കൂടെ നൽകി ഈ കോൺഗ്രസിന്റെ പുത്തൻ മതേതര പോരാളി ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. നോക്കണം, 2025 വർഷം. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്താൻ പോകുന്നു. ഈ 2025ലും ക്രൂരമായി പീഡനം നേരിട്ട പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ കൂട്ടുനിന്നത്, അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്തത് സന്ദീപ് വാര്യർ എന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതാണ് ഞെട്ടിപ്പിക്കുന്നത്. അതിനുമപ്പുറം കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശുദ്ധനാക്കി ഇപ്പോൾ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ഇരയാക്കപ്പെട്ടവളെ അല്ലെങ്കിൽ അതിജീവതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് അവളെ സാമൂഹ്യമായി വേട്ടയാടാൻ ഇട്ടുകൊടുത്തുകൊണ്ട് അവളുടെ മുന്നോട്ടുള്ള ജീവിതം ഇല്ലാതാക്കാനാണ് ഈ നാട്ടിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീകളെ പിന്തുടർന്ന് വേട്ടയാടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല കോൺഗ്രസിലെ സൈക്കോപാത്തുകൾ. അതിനേക്കാൾ ഭീകരന്മാർ, ലൈംഗികപരമല്ലെങ്കിൽ കൂടി മറ്റു പല രീതിയിലും സ്ത്രീകളെ വേട്ടയാടുന്നവർ പാർട്ടിക്കുള്ളിൽ വേറെയുമുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഇവരാണ് ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് പറഞ്ഞ് വോട്ട് തേടാൻ ഇറങ്ങാൻ പോകുന്നത്. സ്മൃതി, താൻ നിയമത്തിന് മുന്നിലും ജനങ്ങളുടെ കോടതിയിലും സത്യം ബോധിപ്പിക്കുമെന്ന് പറഞ്ഞൊരൊറ്റ മുങ്ങലായിരുന്നു രാഹുൽ. ആ മുങ്ങിയ രാഹുലിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് വലവിരിച്ചിട്ടുണ്ട്. പലയിടത്തും രാഹുൽ പ്രത്യക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള പല കഥകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും രാഹുലിൻ്റെ ഫോൺ പേഴ്സണൽ സ്റ്റാഫാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓണാവും ഓഫാവും. അറസ്റ്റ് നീളുകയാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. അത് ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അത്ര വേഗത്തിൽ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ പോലീസ് ചെയ്യാറുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ആൾക്ക് വേണ്ടി അങ്ങനെ പരക്കം പായില്ല എന്നുള്ള ഒരു രീതിയാണ് പോലീസ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ വല വീശി ഇതാ ഇപ്പോൾ വലയിൽ കുരുങ്ങും എന്ന രൂപത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ പാലക്കാടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള പോലീസിനോട് പ്രത്യേക അന്വേഷണ സംഘം അവിടെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നല്ലാതെ അങ്ങനെ പ്രത്യേക ഒരു പിന്നാലെ പോയി കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം ഈ ഘട്ടത്തിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതിനനുസരിച്ചായിരിക്കും പോലീസിൻ്റെ വേഗത്തിലുള്ള നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കേന്ദ്രീകരിച്ച് എവിടെ ആയിരിക്കാം എന്നൊരു അന്വേഷണം അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുലിൻ്റെ ഫോൺ ഇടയ്ക്ക് ഓണാവുന്നു, ഇടയ്ക്ക് ഓഫാവുന്നു. അപ്പോൾ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആരോ ഫോൺ ഏൽപ്പിച്ച് പോലീസിനെ അങ്ങനെ പറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന രൂപത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷണം ആ രൂപത്തിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ പോലീസിൻ്റെ അന്വേഷണം മാത്രമല്ലല്ലോ, ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നു, ഷാഫിയുടെ പ്രതികരണം വന്നു. ഇതൊക്കെ തന്നെയും എടുത്ത നടപടിയെക്കുറിച്ച് പറയുന്നു. നിയമപരമായി മുന്നോട്ട് പോകും, നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് ഷാഫി പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ച് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണമെന്ന് പറയുന്നു. അതേസമയം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ടതില്ല, അങ്ങനെ എത്ര പേരുണ്ട് എന്ന രൂപത്തിലേക്ക് ആ പ്രതികരണം നേരത്തെയുള്ള നിലപാടിൽ നിന്ന് കെ സുധാകരൻ മാറിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം വന്നിരിക്കുന്നത് വാർത്താ സമ്മേളനം നടത്തിയ രമേശ് ചെന്നിത്തലയുടേതാണ്.
രമേശ് ചെന്നിത്തല പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനും മുൻ KPCC പ്രസിഡന്റുമാണ് എന്ന് പറഞ്ഞു. അതായത് കെ സുധാകരനാണ് പരാതി കിട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതിലെടുത്ത നിലപാട് നമ്മൾ പരസ്യമായി കണ്ടതാണ്. അപ്പോൾ നേരത്തെ ഈ പരാതികൾ ലഭിച്ച ശേഷമാണ് ആ മിടുക്കനായ ചെറുപ്പക്കാരനെ അത്രത്തോളം പുകഴ്ത്തിക്കൊണ്ട് കെ സുധാകരൻ വന്നത് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. വേറെ ആരെങ്കിലും രാഷ്ട്രീയ പ്രതികളൊന്നും പറഞ്ഞ കാര്യമല്ല. ഇനി CPM-നെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരായുധം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലും വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നുള്ളത് പത്മകുമാറാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയത്. പത്മകുമാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പത്മകുമാറിലേക്ക് തന്നെ കാര്യങ്ങൾ മൊഴികൾക്ക് വരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ പത്മകുമാർ എത്രാമത്തെ വാർത്തയായിട്ടാണ് പോകുന്നത്? അപ്പോൾ അതിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ CPM-നും സാധിച്ചിരിക്കുന്നു. കാരണം പലയിടത്തും പ്രതിഷേധങ്ങൾ, DYFIയുടെ പ്രതിഷേധം, SFI ഒക്കെ ആകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പടം എടുത്തുകൊണ്ട് ആ കടലാസുകൾ കാണിച്ചു കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് ആളുകളെ നിർത്തി അത്രയ്ക്കും ഡ്രമാറ്റിക് ആയിട്ടാണ് സമരം കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണമാണ്. അത് വല്ലാത്തൊരു പ്രതികരണമായിപ്പോയി. കാരണം ഈ യുവതിയുമായി ബന്ധപ്പെട്ട് അവർ വിവാഹിതയാണോ, വിവാഹമോചിതയാണോ, ഏത് മണിക്കൂറിൽ വിവാഹമോചിതയായി, എത്ര ദിവസം എത്ര മാസങ്ങൾക്ക് ശേഷം വിവാഹമോചിതയായി എന്നതാണോ യഥാർത്ഥത്തിലെ വിഷയം? നമ്മളൊരു സദാചാര വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിഷയമാണ്. അതിൽ വിവാഹിത എന്നൊരു വിഷയം അവിടെയുണ്ട്, അത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. പക്ഷേ അതിലാണോ ഊന്നേണ്ടെന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ യുവതിയുടെ മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്ത ഫോട്ടോ ഏതോ സമയത്ത് കഴിഞ്ഞ വർഷം ആ വിവാഹം നടന്ന ആ ഫോട്ടോ സന്ദീപ് വാര്യർ ഇട്ടിരുന്നു. അത് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് നീക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് യുവതി പറഞ്ഞ ഒരു മാസത്തെ ഇടവേളയിൽ അവർ പിരിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് സന്ദീപ് വാര്യർ വിശദീകരണം നൽകുന്നതെന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന് വിശദീകരണം നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. സത്യം പറയാതിരുന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാനിത് ആ സത്യം പറയുന്നു എന്ന് മട്ടിൽ രാഹുൽ ഈശ്വറിനോട് പറയുന്നു എന്ന മട്ടിൽ സന്ദീപ് വാര്യർ അത് പറയുമ്പോൾ ഫലത്തിൽ അത് ആരെയാണ് സഹായിക്കുന്നത്? ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പല വശങ്ങളിലായി വരുന്നു. നമ്മൾ ഇന്നലെ മുതിർന്ന നേതാക്കളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങളും പറഞ്ഞതാണ്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗമാണല്ലോ. മുഖപത്രത്തിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം, അതിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ആ മുഖപ്രസംഗം, അത് യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യപ്രകാരം വന്ന മുഖപ്രസംഗമാണ്? അതിൽ എഡിറ്റോറിയൽ ഫ്രീഡം ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടി മുഖപത്രമാണ്. പാർട്ടി മുഖപത്രത്തിൽ പാർട്ടി നേതൃത്വം ഞങ്ങളുടെ ആളല്ല, ഞങ്ങൾക്ക് ഇയാളുമായി ഒരു ബന്ധമില്ല, അയാളുടെ സ്വന്തം കാര്യം അയാൾ നോക്കുന്നു എന്ന രൂപത്തിൽ മാറ്റി നിർത്തിയ ഒരാളെപ്പറ്റി ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടൊരു മുഖപ്രസംഗം എഴുതുമ്പോൾ പഴയകാല സംഭവങ്ങൾ, പഴയ പല കേസുകളും, ഉമ്മൻചാണ്ടിയുടെ കേസടക്കം പറയുന്നു, സൂര്യനെല്ലി കേസ് പറയുന്നു, ഇതൊക്കെ പറഞ്ഞ ശേഷം ഏറ്റവും ഒടുവിൽ ആ കണ്ണിൽ ഏറ്റവും ഒടുവിലെ ഇരയാണ് എന്ന മട്ടിൽ, രാഷ്ട്രീയ ആരോപണത്തിൽ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ തന്നെയാണ് ആദ്യം വീക്ഷണത്തിൻ്റെ MD-യെ വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നു എഡിറ്റോറിയലിന് പറ്റിയ വീഴ്ചയാണ്, അതിൽ വിശദീകരണം തേടുമെന്നുള്ളതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വീക്ഷണം, പാർട്ടിയുടെ വീക്ഷണകോണിൽ നിന്ന് മാറിയിട്ടുള്ള വീക്ഷണം അവിടെ പങ്കുവയ്ക്കുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റോറിയലിനെ ഒന്ന് വിശദമായി തന്നെ അവർ പരിശോധിക്കേണ്ടി വരും. അതിലൊരു കൃത്യമായ വീക്ഷണം പാർട്ടി നടത്തേണ്ടി വരും എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവിന് വരെ അത് തള്ളിക്കളയേണ്ടി വന്നു. അപ്പോൾ ഈ രൂപത്തിൽ അത് മുന്നോട്ട് പോവുകയാണ്. ഇനി കേസിൻ്റെ ഭാവി അത് എത്രത്തോളം മുന്നോട്ട് പോകും, അത് യുവതിക്ക് അനുകൂലമാകുമോ എന്നുള്ളൊക്കെ സംശയമുണ്ട്. പല കാര്യങ്ങളും പുറത്തു വരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ രാഹുൽ കൂടുതൽ എവിഡൻസ് ഒക്കെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഈ കേസ് വ്യത്യസ്തമാകുന്നത്, രാഹുൽ ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളും നിഷേധിച്ചിട്ടില്ല എന്നാണ്. എന്നാലും നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ പല ആരോപണങ്ങളും നിഷേധിച്ചിട്ടില്ല. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു പുതിയ കാലത്തെ ഒരു പുതിയ സ്വാഭാവികത കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് ആലോചിക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെന്താണ് എന്ന മട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവർ വിവാഹിതയായിരുന്നു, അവർക്ക് വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ബന്ധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം അല്ലേ, അത് എൻ്റേതല്ല എന്ന രൂപത്തിൽ. പക്ഷേ നമ്മളെ ശബ്ദരേഖയിൽ വന്നത് അല്ലായിരുന്നു താനും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഏതാണ് കോടതി തെളിവായി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഈ പരാതിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്.